ഞാൻ 60 വർഷമായി പൂജപ്പുരയിൽ ഒരു പൊതുപ്രവർത്തകനാണ്. കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ഞാൻ മത്സരിക്കാനൊന്നും പോയിട്ടില്ല, ആരെയും ഒന്നും വാങ്ങിക്കാറുമില്ല. ഇങ്ങനെ നടക്കുന്നു. പിന്നെ ഈ മണ്ഡപം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്. ഇതിനകത്ത് രാത്രി കാലങ്ങളിൽ മദ്യപാനം ഉണ്ടാകുന്ന ഇപ്പം നിർത്തി. അവിടെ കുറേ അലവലാദികൾ വന്നാൽ കൊണ്ട് അവിടെ ഇരിക്കും. അതും ഞാൻ ഇന്നലെ രാജേഷിൻ്റെ പറഞ്ഞു ചാർജ് എടുത്തോട്ട് ഞാൻ ഇവിടെ എല്ലാം ചെയ്തു തരാമെന്ന്. ഈ പ്രദേശം എന്ന് വെച്ചാൽ കേരളത്തിനകത്ത് ഏറ്റവും വലിയ പ്രധാനമുള്ള ഒരു സരസ്വതി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് കുറേ കൂടെ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ നടത്തുകയാണ് ആവശ്യം. ഇവിടെ വെള്ളം അടിച്ചുകൊണ്ട് തലകുത്താൻ കിടക്കുക ആളുകൾ ആ മണ്ഡപത്തിൽ. ഇത് കൽമണ്ഡപമാണ്, ബ്രഹ്മസ്ഥാനം കിട്ടിയ ചിലയാണ്. അത് ഫോട്ടോ എടുത്തോളാം. 28 കൽത്തൂണുണ്ട്. റാണി സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയെ കാലത്ത് ചെയ്തതാണ്. ഇപ്പം അവിടെ വെള്ളം അടിച്ച് തലകുത്താനാണ് ആളുകൾ കിടക്കുന്നത്. പഞ്ചാര സൗണ്ടില്ല. ഇവിടെ രാത്രി കാലങ്ങളിൽ 10 മണിക്ക് ശേഷം ഇവിടെ ഉള്ളവരെല്ലാം വെളിയിൽ നിന്ന് കുറേ എണ്ണം വരും. എല്ലാവരും വെള്ളം അടിച്ച് തലകുത്തനായി ഓരോ കെട്ട് ബാണക്കെട്ടുമായിട്ട് അവിടെ കയറി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇത് നമ്മുടെ മേയർ ആദ്യം ചാർജ് എടുത്തോട്ടെന്ന് പറഞ്ഞു, വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കേരളത്തിനകത്തുള്ളതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് പൂജപ്പുര മണ്ഡപം. സരസ്വതി ക്ഷേത്രമാണ്. സരസ്വതി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ മാസവും കന്നിമാസത്തിൽ അവിടുന്ന് കുമാരകോലിൽ നിന്ന് കുമാരസ്വാമിയെ കൊണ്ട് ഈ പീഠത്തിൽ ഇരുത്തി പൂജ നടത്തി അന്നാണ് പൂജയെടുപ്പ് ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ നടത്താനായിട്ട് ഇവിടുത്തെ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും എല്ലാം കൂടെ സഹകരിച്ച് പൂജപ്പുരത്തെ ഈ സ്ഥാപനം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കേരളത്തിൽ എവിടെ പോയിരുന്നാലും പൂജപ്പുര മണ്ഡപം എന്ന് പറഞ്ഞാൽ അറിയും. അത് എന്നെക്കാളും കൂടുതലൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ ക്ഷേത്ര പരിസരവും രാത്രി കാലങ്ങളിൽ മദ്യപാനികളുടെ ഉള്ള ആവാസ കേന്ദ്രമാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കണം ഇവിടുത്തെ ഇതിൻ്റെ ഭാരവാഹികൾ.